Hi dear students, കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ് കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റിലെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. എഗ്രിമെൻറ്റ്, ഫ്രീ കൺസെൻറ്റ്, ലോഫുൾ കൺസിഡറേഷൻ, കോമ്പിറ്റൻസി ഓഫ് ദി പാർട്ടി, സെർറ്റനിറ്റി ഓഫ് ടേംസ്, കൺസെൻസസ് ആഡ് ഇഡം, ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, ലോഫുൾ ഒബ്ജക്റ്റ്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇത്രയും പോയിൻ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കി 3 പോയിൻ്റ് കൂടിയുണ്ട്. അതിലൊന്നാമത്തെ പോയിൻ്റാണ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ഈസ് വോയിഡ്. എഗ്രിമെൻറ്റുകൾ വോയിഡ് ആണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ചില എഗ്രിമെൻറ്റുകൾ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ നോക്കിയാൽ തന്നെ വോയിഡായിട്ട് പ്രഖ്യാപിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ബൈ ലോ. നിയമപ്രകാരം അത് വോയിഡ് ആയിട്ട് തന്നെ തുടരും. അതിൻ്റെ എക്സാമ്പിളുകളാണ് താഴത്ത് പറയുന്നത്. വാഗറി എഗ്രിമെൻറ്റ് അഥവാ വാതുവെപ്പ് എന്ന് പറഞ്ഞത് എന്താണ്? അത് വോയിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. അല്ലെങ്കിൽ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ് ഓർ മാരേജ്. റെസ്ട്രെയിൻ ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് നമ്മൾ എന്ത് ചെയ്യുക, തടസ്സം നിൽക്കുക. ആരെങ്കിലും ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കച്ചവടത്തെ തടസ്സം ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് മറ്റേതെങ്കിലും ട്രേഡിനെ തടസ്സം നിൽക്കുന്നതാണ് എങ്കിൽ അതെന്താണ്? വോയിഡാണ്. അല്ലെങ്കിൽ റെസ്ട്രെയിനിങ് ഓഫ് മാരേജ്, ഏതെങ്കിലും ഒരു കല്യാണം മുടക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണം പിന്നെ ഒരാൾ ചെയ്യുന്നതിന് എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്താണ്? വോയിഡാണ്. അതുപോലെ തന്നെ ലീഗൽ പ്രൊസീഡിങ്സ്, ആരെങ്കിലും ഒരാൾ നിയമ നടപടിക്ക് വേണ്ടി കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ്, അതിനെ റെസ്ട്രെയിൻ ചെയ്തു, അതിനെ എന്ത് ചെയ്തു, തടസ്സം നിന്നു. ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ റെസ്ട്രെയിൻ ചെയ്യുന്നത് എങ്കിൽ ആ എഗ്രിമെൻ്റ് എന്താണ്? വോയിഡാണ്. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തു, ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു ഞാൻ എന്നെ വിവാഹം ചെയ്യാം, അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ 2 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ വിവാഹം മറ്റൊരാളെയാണ് ചെയ്തത്. ഇപ്പോൾ പ്രോമിസ് ചെയ്ത ആളെ വിവാഹം ചെയ്തില്ല, മറ്റൊരാളെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇയാൾ മറ്റൊരാളെ വിവാഹം ചെയ്തതുകൊണ്ട് ഇയാളുടെ അടുത്ത് നിന്ന് ഈ 2 ലക്ഷം രൂപ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ എമൗണ്ട് വാങ്ങാൻ പറ്റൂല. കാരണം അതെന്താണ്? റെസ്ട്രെയിനിങ് ഓഫ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഒരാളെ വിവാഹം ചെയ്യുക എന്നുള്ള ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരാളുടെ റൈറ്റാണ്. അത് ആരെ വേണമെങ്കിൽ വിവാഹം ചെയ്യാം. അതിനൊരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? റെസ്ട്രെയിൻ നിൽക്കാൻ പാടില്ല. നെക്സ്റ്റ് പോയിൻ്റാണ് കോംപ്ലിയൻസസ് ഓഫ് ലീഗൽ ഫോർമേഷൻ. ഇവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഓറലായിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണം. എ കോൺട്രാക്ട് ക്യാൻ ബി ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്, എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്, ബട്ട് ദർ ആർ സ്പെസിഫിക് പ്രൊവിഷൻ ഇൻ സർട്ടൻ. നിയമപരമായിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ടായിരിക്കണം ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ടാക്കേണ്ടത്. അത് എക്സ്പ്രസ് ചെയ്തിട്ടോ അല്ലാതെയൊക്കെ ആവാം, അത് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ലീഗൽ പ്രൊവിഷൻസ് ഫുൾഫിൽ ചെയ്തിരിക്കണം. ലാസ്റ്റ് പോയിൻ്റാണ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഒരു ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്നുള്ള താല്പര്യം 2 പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം. When 2 parties enter into agreement, they must have the intention of creating a legal relationship between them. അവർ തമ്മിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആണെങ്കിൽ 2 പേരും ലീഗലായിട്ടുള്ള പാർട്ട്ണർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള താല്പര്യം 2 പേരിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഫ്രോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ പറ്റിക്കാനെന്നുള്ള ഉദ്ദേശത്തിലാവരുത് ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റിൽ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് കൈൻഡ്സ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. വ്യത്യസ്ത തരം കോൺട്രാക്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 തരത്തിൽ നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തേതാണ് ലീഗൽ വാലിഡിറ്റി അല്ലെങ്കിൽ എൻഫോഴ്സബിലിറ്റി. അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കോൺട്രാക്റ്റിനെ തരംതിരിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് അക്കോർഡിംഗ് ടു മെയ്ഡ് ഓഫ് ക്രിയേഷൻ ഓർ ഫോർമേഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നാണ് അക്കോർഡിംഗ് ടു പെർഫോമൻസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് അക്കോർഡിംഗ് ടു വാലിഡിറ്റി ഓർ എൻഫോഴ്സബിലിറ്റി. വാലിഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എൻഫോഴ്സബിലിറ്റി അടിസ്ഥാനത്തിൽ നമ്മൾ കോൺട്രാക്റ്റിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് നമ്മൾ പറയുന്നത് വാലിഡ് കോൺട്രാക്റ്റ്. ഇതിലൊന്നാമത്തേതാണ് വാലിഡ് കോൺട്രാക്റ്റ്. എന്താണ് വാലിഡ് കോൺട്രാക്റ്റ്? വാലിഡ് കോൺട്രാക്റ്റിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
കറക്റ്റായിട്ട് എല്ലാവിധ കണ്ടീഷൻസും ഫോളോ ചെയ്തിട്ട് ലീഗലായിട്ടുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. വാലിഡ് കോൺട്രാക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഒരു ഇല്ലീഗാലിറ്റി അതിൽ നമുക്ക് കാണാൻ പറ്റൂല. മീനിങ് പറയുന്നത് എന്താണ്? എ കോൺട്രാക്ട് ഈസ് വൺ വിച്ച് ഈസ് സാറ്റിസ്ഫൈഡ് ഓൾ ലീഗൽ റിക്വയർമെൻറ്റ്സ് ആസ് ലേഡ് ഡൗൺ ഇൻ ദ സെക്ഷൻ 10 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ എന്താണ് കോൺട്രാക്റ്റ്, നല്ല ഒരു കോൺട്രാക്റ്റിന് പറയപ്പെടുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ ആ റിക്വയർമെൻറ്റ്സ് എല്ലാം അടങ്ങിയ ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദീസ് കണ്ടീഷൻസ് ആർ ആൾസോ നോൺ ആസ് കണ്ടീഷൻസ് ഓഫ് എൻഫോഴ്സബിലിറ്റി. ആ കണ്ടീഷൻസിന് പറയുന്ന പേരാണ് കണ്ടീഷൻസ് ഓഫ് എൻഫോഴ്സബിലിറ്റി. ഇനി രണ്ടാമത്തെ കോൺട്രാക്റ്റ് ആണ് വോയിഡ് കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് വൺ വിച്ച് ഈസ് നോട്ട് എൻഫോഴ്സബിൾ ബൈ ലോ. എ കോൺട്രാക്ട് വെൻ ഒറിജിനലി എൻറ്റേർഡ് ഇൻ ടു may be valid and binding on the both parties, but later it become legally unenforceable due to some reason. ഇവിടെ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഓഫ് എൻഫോഴ്സബിലിറ്റി, അതിൽ ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ കണ്ടീഷൻ ഫോളോ ചെയ്യാത്ത കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. വോയിഡ് എന്ന് പറഞ്ഞാൽ അസാധുവായിട്ടുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലീഗൽ സപ്പോർട്ട് ഇല്ലാത്ത കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് വൺ വിച്ച് ഈസ് നോട്ട് എൻഫോഴ്സബിൾ ബൈ ലോ. എൻഫോഴ്സബിലിറ്റി ഇല്ലാത്ത കോൺട്രാക്റ്റിനെ പറയുന്ന പേരാണ് വോയിഡ് കോൺട്രാക്റ്റ്. അതാണ് വോയിഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമ്മൾ അതിൻ്റെ ശേഷം പറഞ്ഞു വന്നത്, നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിരുന്നു, നല്ല കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്ത കോൺട്രാക്റ്റ് ആയിരുന്നു. പിന്നീട് അതെന്തായി മാറി? അത് എന്തെങ്കിലും ഇല്ലീഗാലിറ്റി അല്ലെങ്കിൽ ഒരു അൺഎൻഫോഴ്സബിലിറ്റി അതിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായി മാറും? വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറും. ഇപ്പോൾ നമ്മളെന്ത് ചെയ്തു? ഒരു പാകിസ്ഥാനും ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ്, ഈ പാകിസ്ഥാനുമായിട്ട് നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ട്രേഡ് ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് നടത്താൻ പറ്റും, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു ട്രേഡിങ് ആക്ടിവിറ്റി നടന്നു, ഒരു അഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കമ്പനിയുമായി ഒരു അഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ അഗ്രിമെൻറ്റ് നമ്മൾ കോൺട്രാക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനിടക്കാണ് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പാർട്ടികളും, ഇന്ത്യയും പാകിസ്ഥാനും എന്ത് ചെയ്തു? കരാറുകളൊക്കെ റദ്ദാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ത്യയിലുള്ള ആളുകൾ പാകിസ്ഥാനിലുള്ള ആളുകളുമായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഓൾറെഡി ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന സമയത്ത് അതെന്താണ്? വാലിഡ് കോൺട്രാക്റ്റ് ആണ്. പിന്നീട് ഈ പറയുന്ന ചേഞ്ചസ് വന്നതുകൊണ്ട് അതെന്തായി മാറും? വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറും. അതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഉണ്ടാക്കുന്ന സമയത്ത് എന്തായിരുന്നു? അത് സാധാരണ രൂപത്തിൽ വാലിഡ് കോൺട്രാക്റ്റ് ആയിരുന്നു, എല്ലാ പാർട്ടികളും അതിന് സപ്പോർട്ടായിരുന്നു. പിന്നീട് അതെന്തായി മാറി? അതിലൊരു അൺഎൻഫോഴ്സബിലിറ്റി വന്നു. സം റീസൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ എന്തെങ്കിലും യുദ്ധമുണ്ടായി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് എന്തായി അൺഎൻഫോഴ്സബിൾ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇഫ് ദെൻ ബിക്കം എ വോയിഡ് കോൺട്രാക്ട്, അതെന്തായി മാറും? വോയിഡ് കോൺട്രാക്റ്റ് ആയി മാറും. വോയിഡ് കോൺട്രാക്റ്റ് ആയി മാറിക്കഴിഞ്ഞാൽ അതിന് ലീഗൽ സപ്പോർട്ട് ഉണ്ടാവില്ല. അതാണ് വോയിഡ് കോൺട്രാക്റ്റ്. ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് വോയിഡ് എഗ്രിമെൻറ്റ്. നമുക്കറിയാം, ഒരു എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റ് ആവുന്നത് എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സബിലിറ്റി ആണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്താണ് എന്ന് നോക്കാം. Section 2 of the Act says that an agreement not enforceable at law is said to be void. ഒരു അഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സബിൾ ആയിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് വിളിക്കും. എ വോയിഡ് എഗ്രിമെൻറ്റ് ഡസ് നോട്ട് മേക്ക് എനി ലീഗൽ റൈറ്റ് ഓർ ഒബ്ലിഗേഷൻ. ഇറ്റ് ഈസ് നൾ ആൻഡ് വോയിഡ് അബ് ഇനിഷ്യോ. ഇവിടെ നമ്മളൊരു വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് തന്നെ എന്തായില്ല, ശരിയായിട്ടില്ല. അതിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അഥവാ ഒരു അഗ്രിമെൻറ്റിന് ഉണ്ടാവേണ്ട ഓഫർ ആക്സെപ്റ്റൻസ്, ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഒരു അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഓഫറോ ആക്സെപ്റ്റൻസോ നല്ല രൂപത്തിൽ നടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു അഗ്രിമെൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് വോയിഡ് എഗ്രിമെൻ്റ് ആണ് എന്ന് പറയും. ഈ വോയിഡ് എഗ്രിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കോൺട്രാക്റ്റ് ആക്കി മാറ്റാൻ പറ്റൂല, കാരണം അതിന് എൻഫോഴ്സബിലിറ്റി ഇല്ല. അതൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. വോയിഡ് എഗ്രിമെൻ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 18 വയസ്സ് തികയാത്ത ഒരു കുട്ടിയുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എഗ്രിമെൻറ്റ് എന്തല്ല, അത് നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കില്ല, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കില്ല. കാരണം അതെന്താണ്? എൻഫോഴ്സബിലിറ്റി ഉള്ളതാണ്, നോട്ട് എൻഫോഴ്സബിൾ ആണ്. കാരണം എന്താണ്? ഈ നമ്മൾ പറഞ്ഞ എസെൻഷ്യൽ എലമെൻസിൽ എന്താണ്?
കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി അല്ല ആര്, ഈ 18 വയസ്സാവാത്ത കുട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായി മാറും, അത് ഒരു ഇല്ലീഗലായിട്ടുള്ള എഗ്രിമെൻ്റായി മാറും, അല്ലെങ്കിൽ വോയിഡ് എഗ്രിമെൻ്റായി മാറും. അതിനെ ഇറ്റ് ഈസ് നൾ ആൻഡ് വോയിഡ് അബിനിഷ്യോ. വോയിഡ് അബിനിഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അതെന്താണ്, വോയിഡാണ്. അതാണ് വോയിഡ് അബിനിഷ്യോ. അഥവാ തുടക്കത്തിൽ തന്നെ ആ എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതെന്താണ്, വോയിഡാണ്. ഇപ്പോൾ കുട്ടിയുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ആ കുട്ടിയുമായി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അത് കോൺട്രാക്റ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ അതെന്താണ്, വോയിഡാണ്. അതിനെയാണ് വോയിഡ് അബിനിഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.